ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ 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 നാരായണായ നമഃ. കളരിസ്പന്ദനം ആധ്യാത്മിക ഗ്രൂപ്പ് ഒരുക്കുന്ന രാമായണ മാസാചരണ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡത്തിലെ ഭരതൻ്റെ വനയാത്ര എന്ന ഭാഗമാണ്. ഗംഗാ നദി കടന്നാലടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നതു സീതയാ തന്നുടെ സോദരനോടു യഥാസുഖം. ഇത്യം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തു അമർത്യത്തടിനിയേ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭുത നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടു കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹക്ഷേപണീയുധം. അജ്ഞസോകുലദേശം നിറച്ചിടിന 500 തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തതേ ലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ. ശത്രുഘ്നനെയും ഭരതനെയും മുനിസമർത്ഥനായ വസിഷ്ഠനെയും തഥാ രാമമാധാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴൻ ന്യസ്തഭീത്യാന കടത്തിനാനാദരാൽ. ഉമ്പർത്തടിനിയെ കുമ്പിട്ടാനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദാശ്രമം വാഗ്രഗോവിന്ദ പൂർണ്ണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടായൊക്കെയോ ദൂരെ നിർത്തിയിടിനാൻ. താനു മനോജനും മായുടജാംഗേണ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസ താപസം വിജുരാത്മാനാ സമീനം വിധിസമം ദൃഷ്ട്വാ നന്ദ്വാ സാഷ്ടാംഗം സസോദരം പുഷ്ട്യഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം. ജ്ഞാതാ ജരശ്രതനന്ദനം ബാലകം പ്രീതൈവ്യ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട തഥാ ജഡാവൽക്കലാധാരിണം. തുഷ്ടി കലർന്നരുൾ ചെയ്ത നീ എന്തടോ കഷ്ടമേ കൊപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായിങ്ങനെ. വൽക്കലവും ജഡവും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വമ്പടയോടു അഹന്തവാനന്തരെ വന്നതോ ചൊല്ലു നീ.
ശ്രുത്വാ ഭരദ്വാജ വാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ, നിന്തുരുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ. എങ്കിലും വാസ്തവം ഞാനുണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണോ തപോനിധേ. ഞാനേതുമേ എന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിൽ എഴുന്നള്ളുവാൻ മൂലവും. കേകയ പുത്രിയ മദൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ ശുദ്ധനോ ഞാനതി പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദ വാരിജായുഗ്മം ഭജിക്കെന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം, മുറ്റുമതു നേടും എല്ലാരാകാംക്ഷിതം. ശ്രീരാഗം ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേവം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധിനി സന്തോഷിച്ചരുളിനാൻ, കിംബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാനാദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു മാനസേ. ശോകമുണ്ടാകുല കേൾക്ക നീ, ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം ഇന്നി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങിപ്പുലർക്കാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാരും അരുൾ ചെയ്ത വണ്ണമെനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാചര്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായധി വിദ്രുതം. ഹോമഗ്രസ്തനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവാന്ത്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവമെത്രയും അത്ഭുതം. ഭക്ത്യഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും മുക്തി പ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനു പണിയുണ്ടനന്തനും. കർമ്മണാ ശാസ്ത്ര ദൃഷ്ടേന വസിഷ്ഠ മനസമ്മതമോടു പൂജിച്ചിതു മുമ്പിനാൻ. പശ്ചാത്സ്യ സൈന്യം ഭരതം സസോദര ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിഭേ. ഉദ്ധ്വാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദ ആരാനുനാനോ തപോധനാ മണ്ഡലേ. കാണാനൊരോരോ മുനീവരന്മാരോടും താണു തൊഴുതു ചോദിച്ചു അത്യാദരം. കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹിപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു.
ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വം മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നു എന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യുൽഭമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണ്ണവല്ലീതരു പുഷ്പരമണീയ കാനന മണ്ഡലേ ആമ്ര കദളി ബഹുള മാനസങ്ങള ആദ്രകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിദാധാരങ്ങളും മേരമണ്ഡ ചെമ്പകാശോകതാലങ്ങളും മാലധീജാതി പ്രമുഖലതാവലി ശാലികളായ തമാലസാലങ്ങളും ഭൃങ്ക്യാദിനാന വിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗപ്ലവംഗ കുരംഗാദിനാന മൃഗവ്രാതലീലയും പ്രജ്ഞാസമാലോക്യ ദൂരെ ഭരതനും. വൃക്ഷാംഗസാലാഗ്ന വൽക്കലാലങ്കൃതം പുഷ്കരാക്ഷശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദാവരന്തങ്ങൾ നൂതനമായതീ ശോഭനം പാവനം അങ്കുശാബ്ജ ജവശ്ര മത്സാദി കൊണ്ടങ്കിതം മംഗലാനന്ദമായി വീണു രണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യം പൂരം പരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതല ആരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹിരിപാദപാംസുക്കളെ അന്വേഷണം ചെയ്തു ഉഴലുന്നതേറ്റവും വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാത്ഭുത ചിത്തനായാനന്ദ ബാഷ്പാകുലാക്ഷനായി